മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾക്കും വലിയ കുഴപ്പമില്ലാത്തൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ മാർക്കറ്റിൽ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടു കാണും, ഒരു KSRTC ലോ ഫ്ലോർ നമ്മുടെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അവിടെ, ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് കേട്ടോ ഇടിച്ച് കയറിയിട്ടുള്ളതാണ്. ന്യൂസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെ രാവിലെ തൊട്ട് ഈ സംഭവമാണ്, വെളുപ്പിനെ എങ്ങാണ്ട് സംഭവിച്ചാണ് കേട്ടോ. ഇടിച്ച് കയറി ഫ്രണ്ട് അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, ആ സ്റ്റാച്ചു അടക്കം മറിഞ്ഞു വീണു കേട്ടോ. അപ്പം ഇത് കേട്ടോണ്ടാണ് സത്യം പറഞ്ഞാൽ രാവിലെ എണ്ണിക്കുന്നതും അത് കാണാൻ പോണതും മാർക്കറ്റിൽ പോകണം. അപ്പോൾ നമ്മൾ ഇതിലെ കൂടെ ചുറ്റിയാണ് പോയത് കാണാനായിട്ട്. എന്താ പറയുക, എല്ലാ തൃശ്ശൂരുകാരുടെ ഒരു നൊസ്റ്റ് സംഭവമാണ്. എനിക്ക് ന്യൂസ് കണ്ടിടത്തോളം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് അറിയില്ല. സോ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പൊട്ടത്തരാക്കണില്ല. അങ്ങനെ മാർക്കറ്റിൽ പോയപ്പോൾ ഇന്ന് തോമുവിന് കാറിൽ നിന്ന് ഇറങ്ങണ്ട, അപ്പോൾ ഞാനും പിള്ളേരും കാറിനകത്തിരുന്നു. ഞാൻ ഇറങ്ങിയില്ല. ആദ്യം തോമു തന്നെ ഇരുന്നോളാന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഡോൺ ചേട്ടൻ പറഞ്ഞു വേണ്ട, തന്നെ ഇരുത്തണ്ടെന്ന്. പിന്നെ ഞങ്ങൾ വന്ന് മമ്മിയാണെന്ന് കറികളെല്ലാം വെച്ചത്. ഞാൻ ജസ്റ്റ് നോൺ വെജൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇത് തോമുവിൻ്റെ തുണിയില്ലാ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമുവിൻ്റെ മുടി ഇന്ന് വെട്ടിയതാണ്, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാൻ മാത്രമേ അവൻ സമ്മതിച്ചുള്ളൂ. ഉള്ളതാട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതേ ചാക്കോച്ചന് അവൻ പുറത്തിറങ്ങി കളിക്കുന്ന കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ല. അവനും ഇറങ്ങണം. അപ്പോൾ ആൾക്കിപ്പം തറയിൽ കൂടെ നീന്തി നടക്കലാണ് പുതിയ ഹോബി. അപ്പോൾ വെള്ളത്തിലും ഭൂമിയിലും കരയിലും ഒക്കെ നിന്ന് ഞാൻ മുടി വെട്ടിട്ടുണ്ട്. അവസാനം എനിക്കും എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നിർത്താം. അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി വയ്യാത്തതിൻ്റെ കൊണ്ടായിരിക്കാം എനിക്കും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു, ബാക്കും ചെവിയുടെ സൈഡും. ഞാൻ പറഞ്ഞു ഇന്നത്തേക്കിന് അത് മതി, ഇനി പതുക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നേരെ ലഞ്ച് കഴിക്കാൻ പോയി. മമ്മിയുടെ വക യമ്മി ചിക്കൻ കറിയും ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ ഇതേ 2 പേരെയും കുളിപ്പിച്ച് കയറ്റി. തോമു തുണിയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കണ്ണാടി വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചാക്കോച്ചൻ ഉറങ്ങി. തോമു അപ്പയും ഞാനും ഒന്നും ഉറങ്ങിയില്ല. അപ്പോൾ അതേ ചാക്കോച്ചൻ ഉറങ്ങി ഫ്രഷായിട്ട് എഴുന്നേറ്റ് വോക്കറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. തോമു ചേട്ടൻ പുറത്ത് ജീപ്പ് ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മമ്മി വൈകുന്നേരം ചായയും അവൽ നനയ്ക്കുകയൊക്കെ ചെയ്തു. ഇന്നും സത്യം പറഞ്ഞാൽ മമ്മിയുടെ വകയായിരുന്നു കുക്കിങ് ഫുള്ള്. രാവിലെ നമ്മൾ പത്തിരിയും കടലക്കറിയായിരുന്നു ഡോൺ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരിക ചെയ്തത്. ഉച്ചയ്ക്ക് മമ്മിയെല്ലാം വെച്ചു, ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ വെച്ചു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഈവനിങ് നല്ല യമ്മി ചിക്കൻ ഫ്രൈ അവർ വന്നതിന് ശേഷം ചിക്കൻ പോപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ മമ്മിയുടെ ചാനൽ കാണും. ഇത് ശരിക്കും ഡിംപിളും ആൻസനും ഒക്കെ വരുന്നതിന് മുമ്പ് ഞാനെടുത്ത വീഡിയോസാണ് കേട്ടോ. ഇന്നും അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, സോറി. എന്നായാലും നമ്മളെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും പിള്ളേരെ കണ്ടാൽ മതി. ഇപ്പം ഞാൻ ചെയ്യണ കാര്യങ്ങൾ കാണണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. എന്നാലും ചാക്കോച്ചനെ തോമുവിനെ കാണണം എന്നുള്ള ഇതല്ലേ. അപ്പോൾ അതേ ഡോൺ ചേട്ടൻ ഫ്രണ്ടിൽ ആ നെല്ല് വീണതൊക്കെ അടിച്ചിടുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നാളെ തോമുവിന് ഗ്രീൻ ഡേ ആണ് സ്കൂളിൽ. കാരണം June 5 എൻവയോൺമെൻറ്റ് ഡേ ആയിരുന്നെങ്കിലും അവർക്കന്ന് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സെലിബ്രേഷൻസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഡേ നാളെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാളെ പോകുമ്പോൾ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ പാച്ചുവും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഡിംപിളും എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഇന്ന് എനിക്കതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളെയും മറ്റന്നാളുമായിട്ട് എപ്പോഴെങ്കിലും എനിക്ക് പോകണം. അപ്പോൾ അതേ പിള്ളേരുടെ കളി തകൃതിക്ക് നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ഓക്കെയാണ്, ഫുള്ളി ഓക്കെ ആയിട്ടില്ല. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു ലോങ് പീരീഡ് കഴിഞ്ഞ് വരുമ്പം അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇന്നലെ ആയിരുന്നു എനിക്ക് ഒട്ടും പറ്റാതിരുന്നത്. ഇന്ന് ഫാർ ബെറ്റർ ആണെന്ന് പറയാം. എന്നാലും അത്ര ഓക്കെ അല്ല. ബട്ട് നമുക്ക് ഓക്കെ അല്ലെന്ന് ഇരിക്കാൻ പറ്റില്ലല്ലോ, പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ ഓക്കെ ആയേ പറ്റുള്ളൂ. അപ്പോൾ തോമു ജീപ്പ് എടുത്ത് മുറ്റത്ത് ഓടിക്കാൻ 2-3 ദിവസമായിട്ട് ഓടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. മഴയും കാര്യങ്ങളായതുകൊണ്ട് മാക്സിമം ഇറക്കാതെ നോക്കുമായിരുന്നു. അപ്പോഴാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഞാൻ കണ്ടത് ഇല വീണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ മുറ്റം അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാനും മുറ്റത്തോട്ട് കാര്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു.
ഈ പറഞ്ഞ പോലെ രാവിലെ തോമുവിൻ്റെ കൂടെ സ്കൂളിൽ പോവുക, ഉച്ച കഴിഞ്ഞ് അവരെ പിടിച്ച് റൂമിലിരുത്തുക, പിന്നെ ഇറങ്ങി വരുമ്പം സന്ധ്യയാവും. ഞാൻ കൂടുതലും തോമു പോയി കഴിഞ്ഞതിന് ശേഷമാണ് മിറ്റടിക്കുക. രാവിലെ ബബിൾസിൽ പോയതിന് ശേഷമാണ് ഒരു 4 ദിവസം കൂടുമ്പോൾ മിറ്റടിക്കുക. അത്രയ്ക്ക് ആ പ്ലാവിലെ ഒരു സൈഡ് ഇങ്ങനെ കൂടി നിന്നോളും. അത് അടിച്ച് വാരി കളയാന്നുള്ളതാണ് ജോലി. പിന്നെ കാറ്റാണെങ്കിലാണ് അടിച്ച് കാർപോർച്ചിലേക്ക് അത് കയറുക കേട്ടോ. അപ്പോൾ തോമു ഇപ്പോൾ ഭംഗിയായിട്ട് ജീപ്പ് ഓടിക്കും. നമ്മുടെ ഹെൽപ്പൊന്നും വേണ്ട ആൾക്ക്. പിന്നെ 2 പേരും ഇരിക്കുമ്പോൾ നമ്മൾ ഒരാൾ നിൽക്കും റിമോട്ടുമായിട്ട്. അപ്പോൾ തോമു പറയാണ് തോമുവിൻ്റെ വണ്ടി പഞ്ചറായി, തള്ളിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്, വിജയമാമനെ വിളിക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്ന് അക്കീടെ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ഡിംപിളും മമ്മിയും ഡാഡിയൊക്കെ അക്കീടെ അവിടെ പോയേക്കാണ്. ഡിംപിൾ വന്ന സ്ഥിതിക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഡിംപിളും ഇന്ന് ഡിംപിളിനെ ആൻസിനാണ് ആക്കാൻ വന്നത്. പക്ഷെ കൂടെ മാത്തനുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കുട്ടി വ്ളോഗ് ആയതുകൊണ്ട് അവസാനം വരെ നിന്നാൽ ചിലപ്പം കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ഇത് പിള്ളേരുടെ വീഡിയോ റീൽസാക്കി എടുക്കാനായിട്ട് എടുത്താണ്. പിന്നെ ഇത് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ശരിക്കും 16:9 മറ്റേ റേഷ്യോ 16:9 ആ റേഷ്യോയിലാണ് ഞാൻ എടുത്തത്. 16:9 പോയിൻറ്റ്സ് അല്ല, ആ ഒരു റേഷ്യോയിലാണ് എടുത്തത്. അത് നമ്മൾ റീൽസാക്കി ഇടുമ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി പോവും. സോ ഞാൻ ഓർത്തു ഇവിടെ നിങ്ങളെ കാണിക്കാൻ ഇടാമെന്ന് വിചാരിച്ചു. കാരണം റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഒരു കുട്ടി റൈഡർ കയറി ഇരിപ്പുണ്ട് കേട്ടോ ജീപ്പിൽ, വളരെ ഭംഗിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം മമ്മിയും വ്ളോഗ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മമ്മിയുടെ പുതിയ ഫോണിലെ വ്ളോഗ് ഇഷ്ടമായെന്നുള്ളത് കമൻസിൽ മമ്മിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടു. നല്ല ഫോണാണ്, നല്ല ക്ലാരിറ്റിയും ഫോട്ടോസിനായാലും നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, എടുത്തപ്പോൾ നല്ലത് എടുക്കാൻ പറ്റി. കുറേ പേര് മമ്മിയുടെ ഇതിൽ ചോദിച്ചിരുന്നു ഏതാ ഫോൺ എന്നുള്ളത്. മമ്മി എടുത്തത് ഗാലക്സി A35 5G ഫോണാണ്. 35 ആണ്, ലേറ്റസ്റ്റ് വേർഷനാണ്. ക്യാമറയൊക്കെ നല്ലതാണ്. കൂടുതലും അതിൻ്റെ ഔട്ട്ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിങ്ക് കളർ ഫോണാണ് നമ്മൾ വാങ്ങിച്ചത്. പുറകിൽ ഗ്ലാസിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഞാനത് അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യം തൽക്കാലം ഇപ്പോൾ ഇല്ല. മമ്മിക്കൊക്കെ ആണെങ്കിലും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുക ആണ് വേണ്ടത്. അമ്മയ്ക്ക് ജസ്റ്റ് ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണുക, ഞങ്ങളുടെ വീഡിയോസ് കാണുക, അത്രയേ ഉള്ളൂ അമ്മയ്ക്കുള്ളത്. ഞാനോർത്ത് വേറെ എന്തെങ്കിലും ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കാം. അമ്മയുടെ ബർത്ത്ഡേയും ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേയും നെക്സ്റ്റ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നോൺചേട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്നുള്ളതൊരു ഐഡിയ കിട്ടണില്ല. എന്നാലും നോക്കിയിട്ട് എന്തെങ്കിലും, എപ്പോഴും കുറച്ച് വീഡിയോ പറഞ്ഞിട്ടിടുമ്പം അതിനൊരു ഗുമ്മില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അങ്ങനെ ഇരിക്കതേ പെട്ടെന്ന് അവരുടെ ഒരു എൻട്രി ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മാത്തൻ്റെ വൈഫ് ലവ്യനെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിംപിളിൻ്റെ ലവ്യ ദുബായിലേക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ കുറച്ച് ദിവസം ശേഷം, ശരിക്കും ലാസ്റ്റ് സാറ്റർഡേ പോയതാണ്. ഇനിയിപ്പോൾ നാളെ തൊട്ട് അവർ ഒരുമിച്ചായിരിക്കും കേട്ടോ സ്കൂളിൽ പോണത്. ചിലപ്പം അങ്ങനെ ആകുമ്പം നമ്മളവിടെ കൂടെ നിൽക്കേണ്ടി വരില്ല. അസംബ്ലി സമയത്ത് മാത്രമേ ഒന്നിച്ച് നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ 2 പേര് 2 സെക്ഷനാണ്. ഏജ് വൈസ് അവരെ ഒരുമിച്ച് ഇടാൻ പറ്റില്ല. 2 സെക്ഷനാണ്. അങ്ങനെ അവരെല്ലാം വന്ന് നല്ല വർത്താനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം നിന്നു. കറക്റ്റ് ഞാൻ മിറ്റമടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ എൻട്രിയിൽ. ഞാൻ കറക്റ്റ് ചൂലും കൊണ്ടായിരിക്കും നിൽക്കുന്നതായിരിക്കും അവർ കാണുന്നത്. അങ്ങനെ ദേ ലോഡും കാര്യങ്ങളൊക്കെ ആൻസൺ ചേട്ടൻ കൊണ്ട് ഡംപ് ചെയ്യാണ്. അപ്പം ഇന്ന് ആൻസൺ ചേട്ടൻ നിൽക്കണില്ല, പോവുകയാണ്. കാരണം ആൻസൺ ചേട്ടൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകേണ്ട 1 വീക്ക് അയാൾ വന്നിട്ട്. അപ്പം ആഷിയുടെ ഹസ്ബൻഡ് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, റോണി വെക്കേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇന്നലെയോ ഇന്നോ പോയിട്ടുണ്ട്. ഇന്നാന്ന് തോന്നുന്നു, അതായത് സൺഡേ മോർണിംഗ് ആൾ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം അളിയനെ ഡ്രോപ്പ് ചെയ്യാനും ചാച്ചാ ബൈ ബൈ പറയാനായിട്ടാണ് ആൻസൺ ചേട്ടൻ നിന്നത്. അങ്ങനെ ദേ എല്ലാവരും വട്ടം കൂടി നിന്ന് അവർ 3 പേരും കാറിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഭയങ്കര കാറിൻ്റെ വിശേഷങ്ങളാണ്. തോമുചേട്ടനും പാച്ചുചേട്ടനും ജീപ്പിലുള്ള കാര്യങ്ങളാണ്. ഡാഡി പിള്ളേരുടെ ജീപ്പിൻ്റെ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണെന്ന് പറയുന്ന പോലെ ആ ജീപ്പിൻ്റെ താക്കോൽ ഇപ്പം ഡാഡിയുടെ റിമോട്ട് കൺട്രോളാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ ബ്രേക്ക് ഇട്ടാൽ വണ്ടി നിന്നോളും. അല്ലെങ്കിൽ പിള്ളേർ ഭ്രാന്ത് പിടിച്ച് പലതും കാണിക്കും. അതിൻ്റെ ഇടയ്ക്ക് വല്ലതും പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പാച്ചു ഫുൾ സ്വിങ്ങിലാണ്, തോമു അതിനേക്കാളും വലിയ സ്വിങ്ങിലാണ്. കാരണം ഒരാഴ്ചയായിട്ട് അവന് സത്യം പറഞ്ഞാൽ യാതൊരുവിധ ലോകവുമില്ല. എൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ റൂമിൽ ചാക്കോച്ചനോട് കളിക്കുക. ചാക്കോച്ചന് കളിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ തരത്തിലുള്ള ആളെ കിട്ടിയപ്പോൾ അവന് മാക്സിമം
എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പാച്ചു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് മമ്മി പോയി ചിക്കൻ പോപ്സ് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, പിള്ളേർക്കും ആസ്വദിച്ച്. തോമും കഴിച്ചു, പാച്ചുവും കഴിച്ചു. പാച്ചു അല്ല, തോമു ഭയങ്കര പിക്കിയാണ്, എന്നാലും തോമുന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ തോമു ലാസ്റ്റ് മിനിറ്റിലാണ് കഴിച്ചത്. കാരണം ഡിമ്പിൾ കൊണ്ടുവന്ന ഐസ്ക്രീം തോമു കഴിച്ചത് കൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് ചിക്കൻ കഴിച്ചത്. അപ്പോഴത്തേനും ചിക്കൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിന്ന് മാർക്കറ്റിൽ പോയിട്ടുള്ളതുകൊണ്ട് ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ബോൺലെസ് ഉണ്ട്, അപ്പോൾ പിള്ളേർക്ക് വറുത്ത് കൊടുക്കാം എന്നുള്ളതിലാണ്. പിന്നെ ഫസ്റ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റില്ല, നോൺ വെജ് അവിടെ പറ്റില്ല, വെജ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നാളെ സത്യം പറഞ്ഞാൽ തോമുൻ്റെ ഫസ്റ്റ് പരിപാടിയാണ് ഫസ്റ്റ് സ്കൂളിലത്തെ. അപ്പോൾ അതേ ചാക്കോച്ചനെ ഇവിടെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൻസൺ ചേട്ടൻ. അപ്പോൾ ആൻസൺ ചേട്ടൻ പിള്ളേരെ കരയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചനാണെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തന്നെ കരയും, അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞാൽ കരയും, അങ്ങനെയൊക്കെയാണ്. അപ്പം ചാക്കോച്ചൻ എന്നെ നീ ഒന്ന് ഇറക്കി വിടുമോ, ഞാൻ പൊക്കമുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ്. മാത്രം നല്ലപോലെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പാച്ചുവിന് ഭയങ്കര ഒരു ഫേവറേറ്റ് ആളാണ് മാത്തൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഭയങ്കര കൊതുകും ചൂടും ഒക്കെ ആയിരുന്നു. കൊതുക് തോമുനെ കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞ് അവരിതേ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ ചാക്കോച്ചനെ കടിച്ചപ്പോൾ ചാക്കോച്ചനെ സങ്കടം. കടിച്ചില്ല, നമ്മൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്തതാണ്. പക്ഷേ ചാക്കോച്ചന് സങ്കടമായി. പക്ഷെ മാത്തനാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആശ്വസിപ്പിക്കുന്നത്. അയ്യോ സങ്കടമായോ എന്ന്. അങ്ങനെ അതേ മമ്മി ചിക്കൻ വറക്കുന്നതിനിടയ്ക്കാണ് കേട്ടോ വരുന്നത്. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. പാച്ചു വിലയിരുത്തി ബായ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തെ കാറ് പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ശരിക്കും പോയതാണെന്നുള്ളത് റിയലൈസ് ചെയ്തത്. അപ്പോൾ ആൾക്ക് ചെറിയൊരു സങ്കടമൊക്കെ വന്നെങ്കിലും പുറത്തോട്ട് കാണിച്ചില്ല ആസ് യൂഷ്വൽ. പക്ഷേ ആൻസൺ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പ്രാവശ്യം പോയപ്പോൾ ചങ്ങനാശ്ശേരിയിലും ഒക്കെ പോയിട്ട് ആകെ തിരക്കായിരുന്നു. ഇനി പാച്ചുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പം അതിൻ്റെ എല്ലാ തിരക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ മാത്തനും ആൻസൺ ചേട്ടനും പോയി. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അക്കിയുടെ അവിടെ പോയി. ഇനി അവർ വന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ ഓർത്ത് വ്ളോഗ് എടുത്ത് അവസാനിപ്പിക്കാം, എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. അപ്പം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും വ്ളോഗും അപ്ലോഡ് ചെയ്യാം, എനിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് കിടന്നുറങ്ങാം. മറ്റേത് എനിക്ക് ഷെഡ്യൂൾ ചെയ്യെങ്കിലും മോണിറ്റൈസേഷൻ ഓണാക്കുക, അല്ലെങ്കിൽ തംബ്നെയിൽ ഉണ്ടാക്കുക, അതൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ചെയ്യുക. കുറച്ച് സമയം എടുക്കും അപ്ലോഡ് ആകാനായിട്ട്. അപ്പോൾ പാച്ചു ചേട്ടൻ്റെ തൊപ്പി അടിച്ച് മാറ്റിക്കൊണ്ട് ചാക്കോച്ചൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ സൺഡേ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ തോമുവിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണും. തോമുവിൻ്റെ മാത്രമല്ല പാച്ചുവിൻ്റെയും. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.